നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനത്തിനുള്ള ഭാഗം എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുക. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം ആസ്പദമാക്കിയാണ് ഇന്നത്തേതായ പ്രഭാത ജാഗരണം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളെ ഓരോരുത്തരോടും പറയുന്നു. അപ്പോസ്തലൻ പൗലോസ് റോമർ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് വളരെ വലുതാകുന്നു. നാം അറിഞ്ഞിരിക്കുന്ന സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാകുന്നു. ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ടത് സ്വന്തം താല്പര്യത്തിനോ അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്കോ വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്. അതിലപ്പുറമായി ദൈവഹിതം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തേണ്ടതിന് ഒരു സാക്ഷ്യമുള്ള മക്കളായിരിക്കുക എന്നതാണ് ദൈവം നമ്മോട് അനുശാസിക്കുന്നത്. നമ്മുടെ ഉദ്ദേശമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നത് സംശുദ്ധവും നിസ്വാർത്ഥവുമായിരിക്കുന്നതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതാകുന്നു ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരുവൻ ചെയ്യാൻ പോകുന്ന കാര്യം നാം ഒരിക്കലും ഏറ്റെടുത്ത് സ്വാർത്ഥതയോടുകൂടെ ചെയ്യരുത് എന്നുകൂടെ നാം അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ദൈവയോടുകൂടിയും വളരെ ശ്രദ്ധയോടുകൂടെയും വിനയത്തോടുകൂടെയും പ്രവർത്തിക്കുക. അത് മറ്റുള്ളവർക്കും സ്വീകാര്യമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടേതായ പ്രവർത്തനങ്ങൾ എന്നുകൂടെ ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നു. നിങ്ങളുടേതായ പ്രവർത്തനം ദൈവഹിതത്തിനൊത്തവണ്ണവും നിസ്വാർത്ഥമായി ആകുന്നുവെങ്കിൽ, സ്നേഹത്തോടുകൂടെ ആകുന്നുവെങ്കിൽ, വിനയത്തോടുകൂടെ ആകുന്നുവെങ്കിൽ, നാം അറിയാതെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ വലിയൊരു സ്മാരകം നിങ്ങൾ പണിയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ദൈവനാമം മഹത്വപ്പെടുവാൻ മുഖാന്തരമാകും. കാരണം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് ദൈവനാമത്തിൽ ആയതുകൊണ്ടും. കുടുംബജീവിതത്തിൽ, സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ആണെങ്കിൽ പോലും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതായ സ്വഭാവത്തിന് ഉടമകളായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ അഭിലാഷങ്ങളും ഉദ്ദേശങ്ങളും വിശദമായിരിക്കണം. ഏതൊരു തൊഴിലും അല്ലെങ്കിൽ നിങ്ങൾ വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോൾ കർശനമായും സത്യസന്ധരായിരിക്കുവാൻ മറന്നു പോകരുത്. പ്രലോഭനം ഉണ്ടാകാം. അവിടെ നിങ്ങൾ ഒരിക്കലും ആ ദൈവികത അല്ലെങ്കിൽ ആ നന്മ കൈവെടിയരുത് എന്നുകൂടെ ദൈവത്തിന് ഓർപ്പെടുന്നു. അസത്യമായതും അർത്ഥസത്യമായതും പറയരുത്. ലാഭത്തിന് വേണ്ടി കള്ളം പറയുന്നവരാകരുത്, കള്ളം ചെയ്യുന്നവരാകരുത്. സത്യസന്ധതയുടെ നേർപാതകളിലൂടെ നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങളിലൂടെ ആ ദൈവിക ചിന്തകൾ അനേക മക്കൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി ഭവിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തെറ്റായ ദിശകളിൽ നീങ്ങുവാനോ പ്രവർത്തിക്കുവാനോ വേണ്ടിയ പ്രലോഭനങ്ങളും ആയതുപോലെ നിങ്ങൾക്ക് പല ഓഫറുകളും വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ പ്രിയ സുഹൃത്തെ, ഒരിക്കലും നിങ്ങൾ അതിന് അടിമപ്പെടരുത്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും നീതിയുക്തവും സത്യസന്ധവുമായിരിക്കണം. കാരണം നമ്മുടെ ദൈവം നീതിമാനാകുന്നു, നമ്മുടെ ദൈവം സത്യവാനാകുന്നു. നാം സത്യത്തിലൂടെ നടക്കുന്നുവെങ്കിൽ, സത്യമായതിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവിക വചനങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. നമ്മെ ഓരോരുത്തരെയും ഉത്തരവാദിത്വം പറയപ്പെടുന്നത് ആ ദൈവിക സഭ പണിതുയർത്തുക എന്നുള്ളതാകുന്നു. അത് പണിയുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. അനേകം വ്യക്തികൾ ആ സത്യത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുന്നത് കാണാൻ സാധിക്കും. നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടേതായ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാനമാനത്തിന് വേണ്ടി ബലഹീനരെ ഒരിക്കലും ചവിട്ടിത്താഴ്ത്തരുത്. മറ്റുള്ളവരുടേതായ ബലഹീനതകൾ നാം ചൂഷണം ചെയ്യാതിരിക്കുക, ദൈവത്തോട് സമർപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ഏതെങ്കിലും വൈകല്യങ്ങളിൽ നിങ്ങൾ വഴുതി വീണുപോയെങ്കിൽ, ഏതെങ്കിലും പ്രലോഭനങ്ങൾ നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും, നീതിയിൽ നിന്നും, സത്യത്തിൽ നിന്നും നിങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിൽ
അവയിൽ നിന്ന് മടങ്ങി വരേണ്ടതിനും ലോകത്തിൻ്റെതായ ചിന്തകളല്ല, നിങ്ങളുടേതായ ഭാവമല്ല, ദൈവഭാവം നിങ്ങളിൽ നിറയപ്പെടേണ്ടതിന് ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പരിശുദ്ധാത്മാവ് ദാനമായി ലഭിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് യാചിക്കാം, കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം 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 ചെയ്യുന്നു. നൽകിയ വചനത്തിന് സ്തോത്രം കർത്താവേ. പലപ്പോഴും സ്വാർത്ഥതയും ദൈവമേ ഉന്നത ഭാവവും നികളഹൃദയവുമായിട്ടൊക്കെ ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭാവമല്ല, അവിടുത്തേതായ ഭാവം ആ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നല്ല സാക്ഷികളായിരിക്കുവാൻ അവിടുത്തെ മക്കളുടെ മേൽ കൃപ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും വന്നുപോയിട്ടുള്ളതായ കുറവുകളും ബലഹീനം ക്ഷമിക്കുമാറാകണമേ. ഏതെങ്കിലും അവസ്ഥകളിൽ ബലഹീനരെയോ ബുദ്ധിഹീനരെയോ നിരാലംബരെയോ ദൈവമേ അസഹ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവേ ക്ഷമിക്കുമാറാകണമേ. അത് തിരുത്തപ്പെടേണ്ടതിനും ദൈവമേ അത് നേരായ മാർഗ്ഗം സഞ്ചരിക്കേണ്ടതിനും അവിടുത്തെ മക്കളെ ആത്മാവിനാൽ അവിടുന്ന് ശക്തീകരിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് വഴി നടത്തണം. മാനവും മഹത്വവും സ്വീകരിച്ച് ഞങ്ങളുടെ യാചന കൈക്കൊള്ളുമാറാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.